നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹക്സിൻ്റെ NLP സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലേണിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള ലേണിങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് സിമ്പിൾ ലേണിങ്ങും ജനറേറ്റീവ് ലേണിങ്ങും. ഇങ്ങനെ രണ്ട് ലേണിംഗ് ആണ് ഉള്ളത്. ഇതിൽ നമ്മൾ മലയാളത്തിൽ കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ എന്താ പറയുക, ലളിത പുനരുത്പാദന ജ്ഞാനങ്ങൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാം. പക്ഷേ സിമ്പിൾ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ലേണിംഗ് എന്നും ജനറേറ്റീവ് ലേണിംഗ് എന്നും നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നൊരു കാര്യമാണ് ആദ്യത്തെ സിമ്പിൾ ലേണിംഗ്. സിമ്പിൾ ലേണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുണ്ട്, അറിയാൻ മേലാത്ത കാര്യങ്ങൾ കുറച്ചുണ്ട്. ഈ അറിയാവുന്ന കാര്യങ്ങളും അറിയേണ്ടതായ കാര്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യും. അത് ഒരു ആക്ഷൻ എടുത്തുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയാം, അപ്പോൾ മനസ്സിലാവും കൂടുതലായിട്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് തലവേദന വന്നു. അപ്പം നമ്മളതിൻ്റെ തലവേദന മാറണം. അതിന് നമ്മളെടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രോസിൻ കഴിച്ചു, അല്ലെ ഒരു ഡോളോ കഴിച്ചു. അതുകൊണ്ട് നമ്മുടെ തലവേദന മാറി. ഇനി ഇതൊരു ലൂപ്പായിട്ടാണ് വരുന്നത്. ഈ സിമ്പിൾ ലേണിങ്ങിന് വേറൊരു പേരും കൂടെ, സിംഗിൾ ലൂപ്പ് ലേണിംഗ്. അതെന്ന് പറയുന്ന ഒരു പ്രോബ്ലം വന്നു. പ്രോബ്ലം എന്ന് പറയുന്ന നമ്മുടെ തലവേദന. നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു. ഡിസിഷൻ എന്ന് പറയുന്ന നമുക്ക് ഡോളോ കഴിച്ചേക്കാം. അത് ഒരാക്ഷൻ, നമ്മൾ കഴിച്ചു, ഡോളോ കഴിച്ചു. ഇനി എന്താ ഉള്ളത്? ഒരു ഫീഡ്ബാക്ക്, നമ്മുടെ ആക്ഷൻ്റെ റിസൾട്ട്. അതായത് തലവേദന മാറിയെങ്കിൽ പ്രോബ്ലം സോൾവ്, മാറിയില്ലെങ്കിൽ അടുത്ത ഡോളോ കഴിക്കുന്നു. സമയം കഴിയുമ്പോൾ വീണ്ടും സമയമാകുമ്പോൾ നമ്മൾ ഡോളോ കഴിക്കുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക. നമ്മൾ അതിനെ ഒരു പ്രോബ്ലം വരുന്നു, അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതാണ് സിമ്പിൾ ലേണിംഗ്. ജനറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, ഇത് നേരത്തെ സിംഗിൾ ലൂപ്പ് ആയിരുന്നു, ഇതൊരു ഡബിൾ ലൂപ്പ് ലേണിംഗ് ആണ്. ഇതാണ് നമ്മൾ കൂടുതലും NLPയിൽ എംഫസിസ് ചെയ്യുന്ന ജനറേറ്റീവ് ലേണിംഗ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാത്തതാണ്. നമ്മളത് കുറച്ച് നമുക്ക് തോട്ടും കൂടെ ഇരണ്ടി വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന സെയിം എക്സാമ്പിൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. തലവേദന വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തലവേദന വന്നാൽ ക്രോസിങ് കഴിയും. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. രാവിലെ എല്ലാ ദിവസവും രാവിലെയാണ് എനിക്ക് തലവേദന വരുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് ഹെഡേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഡോളോ കഴിച്ചാൽ മാത്രം മതിയോ? എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടി വന്നെങ്കിലോ, എൻ്റെ ഡയറ്റ് മാറ്റേണ്ടി വന്നെങ്കിലോ, അങ്ങനത്തെയുള്ള തോട്ട്സ് പ്രോസസ് എല്ലാം വരും ഇതിനകത്ത്. എന്ന് വെച്ചാൽ, പ്രോബ്ലം വരുന്നു, ഡിസിഷൻ എടുക്കും. തലവേദന വന്നു, ഡിസിഷൻ നമ്മളെടുത്തു, പിന്നെ ആക്ഷൻ, ഡോളോ കഴിച്ചു, ഫീഡ്ബാക്ക് പോയി. പക്ഷേ ഇത് റിക്കറിംഗ് ആയിട്ട് വരുമ്പോൾ, നമുക്ക് എപ്പോഴും തലവേദന വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലൂപ്പും കൂടെ വരും. ആ ലൂപ്പ് ഏതിൻ്റെയാണ്? ബിലീഫിൻ്റെ, അസംഷൻ്റെ. ബിലീഫിൻ്റെ അസംഷനും വന്നു കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന എന്തൊക്കെ ബിലീഫ്, എന്തൊക്കെ അസംഷൻസ്, അത് മാറ്റിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഈ പ്രോബ്ലം മാറുന്നത് എന്ന് നമ്മൾ നോക്കും. അത് ആ സെക്കൻഡ് ലൂപ്പ് വരുന്നതുകൊണ്ടാണ് ഡബിൾ ലൂപ്പ് ലേണിംഗ് എന്ന് ഇതിന് പറയുന്നത്. അതിന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കണം. ഇത് എക്സാമ്പിളാണ്. തലവേദനയല്ല, നമ്മൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എക്സാമ്പിൾസ് ആണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് എൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ഈ എക്സാമ്പിളുമായിട്ട് താരതമ്യം ചെയ്താൽ, ഈ തലവേദനയെക്കുറിച്ച് എൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? എനിക്കിതിനെക്കുറിച്ച് വേറെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും? ഹൗ എൽസ് കുഡ് ഐ തിങ്ക് അബൌട്ട് ദിസ്? എനിക്ക് വേറെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ഈ പ്രശ്നത്തെക്കുറിച്ച്? വേറെ എന്തൊക്കെ പെർസ്പെക്റ്റീവിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും? ഈ അസംഷൻസ് എല്ലാം ഈ പ്രശ്നത്തിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഞാൻ എന്തെല്ലാം മിഥ്യാധാരണകളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം അസംഷൻസ് ആണ്, ധാരണകളാണ് വെച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട്? അടുത്ത ചോദ്യം, നമ്മൾ 4 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ മതി. അവസാനത്തേത്, ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെയുള്ള ചോദ്യത്തിനും കൂടെ ആൻസർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ ലൂപ്പ് കംപ്ലീറ്റ് ആവും. നമ്മൾ സ്വയം ലേണിംഗ് വരും, നമ്മുടെ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റും, അസംഷൻസിൻ്റെ, ബിലീഫിൻ്റെ ചുറ്റുപാടില്ലാതെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് ലേണിങ്സ് ഉള്ളത്. അതാണ് ഈ എപ്പിസോഡിലെ നഗറ്റ്സ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. NLP എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. എല്ലാം വളരെ കൃത്യമായിട്ട് പ്ലേലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ചാനലിൽ. നിങ്ങൾ പോയി നോക്കുക. പ്ലേലിസ്റ്റുകൾ കണ്ടു തീർക്കാനനുസരിച്ച് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ NLP എന്താണെന്നോ അതിലെ ക്യാപ്സ്യൂൾ പരുവത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അതുകൊണ്ട് നിങ്ങൾ സാവകാശം NLP എന്താണെന്ന് നോക്കി പോവുക. ഇതിനൊരു ഫീഡ്ബാക്കിൻ്റെ ബേസിസിൽ NLP ടെക്നിക്സ് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ആലോചനയിലുണ്ട് മൺഡേ ഉള്ള വീഡിയോസ് NLPയെക്കുറിച്ചും വെനസ്ഡേ ഉള്ള വീഡിയോസ് NLP ടെക്നിക്സിനെ കുറിച്ചും ആക്കാനൊക്കെ ഉള്ള ആലോചനയുണ്ട്. അത് താമസിയാതെ തന്നെ ചാനലിൽ കൂടെ ഞങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് നഗറ്റ്സ്. ഇന്നത്തേക്കുള്ള മറ്റൊരു നെഗറ്റീവായിട്ട് NLP സീരീസിലെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.